കുമാരന്മാരെ, ഞാൻ ഭയന്നാണ് ഇങ്ങോട്ട് വന്നത്. എന്തിന്? ഇത്തിരി ഭക്ഷണം എത്തിക്കാൻ. ഇതാ. വേണ്ട. നിങ്ങളൊരു രാജഭടനല്ലേ. നിങ്ങളുടെ ജോലി യജമാനെ അനുസരിക്കുക മാത്രം, ധിക്കരിക്കലല്ല. എന്നാലും കേട്ടപ്പോ സങ്കടം തോന്നി, അതാ. കാരുണ്യത്തിന് നന്ദി. അയ്യോ, അങ്ങനെ പറയരുത് കുമാരന്മാരെ. ഭഗവാനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനായി ഉള്ളവൻ. പക്ഷേ ഒക്കെ മനസ്സിലൊതുക്കി വയ്ക്കില്ല. അല്ലെങ്കിൽ തൊഴിൽ പോകും, തലയും പോകും. ഭടന്മാരിലുമുണ്ടല്ലോ ഭക്തർ എന്നതാശ്വാസം. മഹാത്മൻ ഭക്തിയുടെ ഉന്നതങ്ങളിലെത്തിയാൽ അങ്ങേക്കൊരു കാര്യം മനസ്സിലാകും. എല്ലാം നൽകുന്നതും തിരിച്ചെടുക്കുന്നതും സാക്ഷാൽ ഈശ്വരൻ മാത്രം. അപ്പോൾ ഒന്നിനെക്കുറിച്ചും ആശങ്കയുണ്ടാവില്ല. അടിയന് വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നിങ്ങളുടെ കഥ കേട്ടപ്പോ സങ്കടം തോന്നി, അതാ വന്നത്. ഭഗവാൻ ഒന്നും നേദിക്കാൻ അനുമതിയില്ലാത്ത നാടാണിത്. ഭഗവാന്റെ ഭക്തർക്കെങ്കിലും ഒരു പിടി ചോറൂട്ടാമെന്ന് കരുതി. പൈതാഹങ്ങളൊന്നും ഞങ്ങളിപ്പോൾ അറിയുന്നില്ല. മർദ്ദനങ്ങളുടെ നോവ്, തടവറയിലെ ഏകാന്തത ഒന്നും അറിയുന്നില്ല. അറിയുന്നതൊന്നു മാത്രം, ഈശ്വര സാന്നിധ്യം. അതിനുമപ്പുറം എന്ത് വേണം? അങ്ങ് സന്തോഷമായി പോയാലും. ഈ തടവറയിൽ പിഞ്ചു പൈതങ്ങളായ നിങ്ങൾ. മഹാത്മൻ, എല്ലാ ബന്ധങ്ങളും മായയാണ്. മനുഷ്യർക്ക് ബന്ധിക്കാനേ കഴിയൂ. പക്ഷേ മോക്ഷമേകാൻ കഴിയുന്നത് ഭഗവാന് മാത്രം. നാരായണ നാരായണ. രാജാവായ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യുവരാജാവ് മഹാരാജാവായി. എതിർത്തോ നാം? ഇല്ല. എന്തുകൊണ്ട്? എന്നെങ്കിലും ഒരു നാൾ തെറ്റുകൾ മനസ്സിലാക്കി സ്വയം തിരുത്തും നമ്മുടെ പുത്രൻ എന്ന് കരുതി. ഇന്ന് നമുക്കൊന്നുറപ്പായി, അതൊക്കെ വ്യാമോഹം മാത്രമാണെന്ന്. നീചനും അധർമ്മിയുമായ പുത്രനോടുള്ള വാത്സല്യം ചോരാതെ കാത്തു സൂക്ഷിച്ച ഒരു പിതാവായിരുന്നു ഈ ഉഗ്രസേനൻ ഇന്നോളം. പക്ഷേ അക്ഷന്തവ്യമായ നിന്ദാകർമ്മങ്ങളിലൂടെ അനുദിനം നമ്മുടെ പുത്രൻ നിബദിക്കുകയാണെന്ന് ഹംസ നമുക്കിന്ന് മനസ്സിലായി. നാമജപം വിലക്കാൻ ആരധികാരം തന്നു? കാഷായ വേഷത്തെ നിന്ദിക്കാൻ രാക്ഷസനോ? വേണ്ട. അന്ധകകുലത്തിൽ പിറന്ന ഒരു അന്ധനാണ് നമ്മുടെ പുത്രനെന്ന് നാം സമാധാനിച്ചുകൊള്ളാം. മതാന്ധൻ. അതിൽ കിടക്കുന്നു പിതാവേ വാക്കുകൾ. അതേ പിതാവിന്റെ ചലനങ്ങൾക്ക് പോലും അതിര് വരച്ചിട്ട നിനക്ക് നല്ല വാക്കിയതും അതിര് കടന്നുവെന്നേ തോന്നുന്നു. പറയൂ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സ്വഗൃഹത്തിൽ നമ്മെ കാരാഗ്രഹവാസിയാക്കിയത്? സിംഹാസനങ്ങൾ, കിരീടങ്ങൾ, ചെങ്കോലുകൾ ഇവകൾ ദാനം ചെയ്യപ്പെടുന്നില്ല ഒരിടത്തും. ഒന്നും കീഴ്പ്പെടുത്തിയും മാത്രമേ അത് നേടാനാവൂ. അതേ ചെയ്തുള്ളൂ ഈ കംസൻ. അങ്ങ് മരിച്ച് മണ്ണടിയുന്നതും കാത്ത് സിംഹാസനം കിനാവ് കണ്ട് തള്ളി നീക്കാനുള്ളതല്ല നമ്മുടെ യുവത്വം എന്ന് തോന്നി. കൊല്ലാതിരുന്നത് നമ്മുടെ കാരുണ്യം. തുറുങ്കിലും ഇട്ടില്ല. ഇപ്പോൾ അങ്ങേക്ക് ഗൃഹത്തിൽ സുഖജീവിതം. ഭാര്യമാർക്കും ഭോജയാദവ അന്തക പ്രമാണിമാർക്കും സന്ദർശിക്കാൻ അനുമതി. സുഖങ്ങൾ ഇത്രയും പോരെ പിതാവേ? വാർദ്ധക്യത്തിൽ ഔദാര്യമായി കിട്ടുന്ന സുഖങ്ങൾ അനുഭവിച്ച് നിശബ്ദം ഒതുങ്ങിക്കഴിഞ്ഞാൽ സറ്റ് പോകും വരെ ജീവിക്കാം. എതിർത്താൽ, ഉപദേശങ്ങൾക്ക് വന്നാൽ വാൾമുന കൊണ്ട് മറുപടി പറയാനും മടിക്കില്ല കംസൻ. അറിയാം, പിതൃഹത്യയ്ക്ക് പോലും മടിക്കാത്തവനാണെന്നറിയാം. പക്ഷേ നമ്മുടെ സീമന്തപുത്രൻ അറിയാത്ത ഒരു കാര്യമുണ്ട്. ഭൂമുഖത്തു നിന്ന് ഒരച്ഛനെ തുടച്ചു മാറ്റാൻ ഏതൊരു മകനുമാകും. പക്ഷേ ഈശ്വരേച്ഛയ്ക്ക് വിലങ്ങുവെക്കാൻ ഒരു രാജാവിനോ ഒരു ചക്രവർത്തിക്കോ ആകില്ല. കഴിയും കംസൻ, അതും കഴിയും. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. പ്രഭു, തടവറയിൽ കിടന്ന മുനികുമാരന്മാരെ കാണാനില്ല. എന്ത്?
താക്കോൽ അടിയന്റെ പക്കൽ തന്നെ ഉണ്ട് പ്രഭു. താക്കോലില്ലാതെ താഴെ തുറക്കാതെ അവർ എങ്ങനെ പുറത്തു വന്നു? അറിയില്ല പ്രഭു, അറിയില്ല. അറിയില്ല.